പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു പ്രഥമനാണ്. അട വെച്ച് നമുക്ക് അടപ്രഥമനൊന്നും ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമാണ് പായസം ഉണ്ടാക്കി കുടിക്കാനല്ലേ, എനിക്കും അതെ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ നല്ല ശകലം ചവ്വേരി കഴുകിയിട്ട് കുതിരാൻ വെള്ളത്തിയിട്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അത് കുതിരാതിരിക്കുന്ന സമയം കൊണ്ട് ശർക്കര നമുക്ക് പാനിയാക്കിയെടുക്കാം. 1/2 കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് പാനിയാക്കിയെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാൽ പെട്ടെന്ന് നമുക്ക് തന്നെ അത് അലിഞ്ഞ് ചേരുവേ. അങ്ങനെ ദാണ്ട് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ച് ചൂടാകാൻ അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരിയുടെ അടയും കൊണ്ടാണ് ഞാൻ പായസം വയ്ക്കുന്നത്. അപ്പം അരിയുടെ അടയാണ്ട് ശകലം വേവാൻ സമയമുണ്ട്. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പം എന്നാൽ ഒരുപാട് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഊറ്റി പച്ചവെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ട് വെള്ളം വാലാൻ വയ്ക്കണേ. അപ്പോൾ ഞാൻ ദാണ്ട് നല്ലതുപോലെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചവ്വേരി കുതിർന്നിട്ടുണ്ട്, അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി അടി കട്ടിയുള്ള ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തെടുക്കാം. ഞാൻ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കാറില്ല കേട്ടോ. ഇവിടെ ആർക്കും തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല. പായസത്തിനകത്ത് തേങ്ങാക്കൊത്ത്, ബാക്കി എന്തിലും തേങ്ങാക്കൊത്ത് ഓക്കെ, പക്ഷേ പായസത്തിനകത്ത് തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ വറുത്തെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ എടുത്തുള്ളൂ. അത് നമ്മൾ വറുത്തെടുത്ത ശേഷം നമ്മൾ വെള്ളം വാലാൻ വെച്ച അടയെടുത്ത് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. അങ്ങ് ഒരുപാട് ഇതാക്കണ്ട. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ്ട് ഞാൻ ശർക്കര പാനി ആക്കിയത് അരിച്ച ശേഷം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം കല്ലും മണ്ണൊക്കെ കാണുമേ. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്ലെയിം തിളപ്പിക്കാൻ നേരം കൂട്ടി കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചവ്വേരി നല്ലതുപോലെ വെന്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം പായസത്തിൻ്റെ മെയിൻ ഇളക്കലാണല്ലോ. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം, കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലതുപോലെ ഒന്ന് പറ്റി കുറുകി വരണേ. ഈ ശർക്കര പാനിക്കകത്ത് കടന്ന് ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ അതാണ്ട് ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. അത് കുറുകാൻ തുടങ്ങിയ ശേഷം നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാമേ. വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാട്ടോ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന അടയുടെ അനുസരിച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറവാണെന്നുണ്ടെങ്കിൽ ശകലം കൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാമേ. ഞാൻ 2 പാലേ എടുക്കാറുള്ളൂ, 1-ാം പാലും 2-ാം പാലും മാത്രം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 2 തേങ്ങയുടെ പാലാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ കുറുകിയിട്ട് വേണം നമുക്കിനി 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ അത് നല്ലതുപോലെ ആയി വരുന്നുണ്ട്. അപ്പോൾ നോക്കണം, അടയൊക്കെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടെ ഇതൊന്ന് കുറുകിയ ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം കുറുകി വന്ന ശേഷം 1-ാം പാൽ ഒഴിച്ച് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഫ്ലെയിം വേണ്ട. ഇനി ആ ചൂടുണ്ടല്ലോ, പാത്രം നല്ല ചൂടായിരിക്കുമല്ലേ. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടപ്രഥമൻ, കടലപ്രഥമനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുടിക്കാൻ. അത് പിള്ളേർക്കും അത് തന്നെ. അപ്പോൾ ദാണ്ട് ഏകദേശം 1.5 സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉണ്ടല്ലോ, ഇതിട്ട് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയല്ലേ. നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി തേങ്ങാപ്പാലും ഒന്ന് പിഴിഞ്ഞെടുത്ത് വെച്ച് ചവ്വേരി ഒന്ന് വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ഇടണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ പ്രഥമൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.